ഹായ് ഹലോ ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എസ് ആൻഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വരാപ്പുഴയിൽ ബേർഡ്സ് എക്സോട്ടിക് പാർക്കിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരാപ്പുഴയിൽ എക്സോട്ടിക് പാർക്കിലാണ് വന്നത്. അപ്പം നല്ല രസമുണ്ട്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കിളികൾ നമ്മുടെ തലയിലും കയ്യിലൊക്കെ കയറിയിരിക്കണേണ്. ഇപ്പോൾ കാലത്തു നിന്ന് തന്നെ വന്നു കാരണം ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കയറി വന്നപ്പോൾ വവ്വാൽ വന്ന കണക്കാണ് തോന്നിയത്. കാരണം എല്ലാം കൂടി ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നൊരു ഫീലായിരുന്നു. അവനെന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ഓരോന്നൊക്കെ പോയെന്ന് എന്തോ ആണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരു 9:30-10 മണി ആ ഒരു ടൈമിലാണ് വന്നത്. അപ്പോൾ വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ പറയാനുണ്ടായി. കാരണം നമ്മൾ കാലത്തെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് വിശന്നിരിക്കുന്ന ഒരു ടൈമായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ ചെല്ലുമ്പോഴായിരിക്കുള്ളൂ കിളികളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അടുത്തേക്ക് വന്നേന്ന്. അല്ലെങ്കിൽ ഇതേ കണക്ക് ഓരോരുത്തർ കയറി ചെല്ലുമ്പോൾ അവരുടെ വയറ് നിറഞ്ഞ് അവരവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് വന്ന കാരണം ഇവരെല്ലാം കൂടെ നമ്മളങ്ങോട്ട് വട്ടോട്ട് പൊതിഞ്ഞ് ഫസ്റ്റ് വന്ന് കയറിയപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ കണക്ക് വാല് വന്നൊരു ഫീലായിരുന്നു. എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങനെ വാരി നമ്മളെ ചുറ്റിയിരുന്നു. ഇപ്പോൾ റെന്നുവിന് എന്തായാലും സംഭവം സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റെന്നു ഓരോ കിളികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കണേണ്. നമ്മൾ ഈ കൂട്ടിക്കിടന്ന് ഇങ്ങനെ കിളികളെ കണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ കളിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇവിടെ വേറൊരാൾ ആ മുളയുടെയൊക്കെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നല്ല ചിക്കൻ കാലൊക്കെ കടിക്കണ ഇങ്ങനെ കടിച്ചു കൊടുക്കുന്നുണ്ടായി. അപ്പുറത്ത് വേറൊരു കാഴ്ച കാണിച്ചു തരാട്ടോ. അതേ ഇവിടെയാണ്, കണ്ടോ. ഇവിടെ ഈ പെണ്ണിൻ്റെ പുറകെ കുറേ നേരമായിട്ട് ആ കിളി മേത്ത് കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കിളി ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. ഇത് കുറേ നേരം കൊണ്ട് ഇതിൻ്റെ ആ ടോപ്പും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാട്ടണ പോലെ തോന്നിയത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ കിളി ഇതുമ്പോൾ തന്നെ ഈ പെണ്ണിങ്ങനെ നീങ്ങുമ്പോഴത്തേനും കിളി നീങ്ങും. അത് കഴിയുമ്പോൾ പിന്നെ തട്ടത്തുമേലോട്ട് നോക്കും. വേണ്ട ഇത് തന്നെ എടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ പിന്നെയും ആ ടോപ്പുമ്പോൾ തന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കണ്ട ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. അതൊക്കെ നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. കിളിയൊക്കെ ഇങ്ങനെ തലയിൽ കയറിയിരിക്കണം. ഈ ടോപ്പും ഇതിങ്ങനെ കുറേ നേരിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. ഞാനപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെന്നുമൊക്കെ അപ്പുറത്തേക്ക് അങ്ങ് നീങ്ങി നടന്ന് ആ പെണ്ണിങ്ങനെ തിരിഞ്ഞപ്പോൾ പയ്യെ ഇങ്ങനെ നടന്നുകൊണ്ട് പിന്നെയും ചെല്ലും അതിൻ്റെ ഡ്രസ്സുമേലോട്ട്. അപ്പോൾ തന്നെ റെന്നു ഇവിടെ അമ്മ എന്താ ഇവിടെ ചെയ്യണേ എന്ന് നോക്കാനായിട്ട് വന്ന വരവാണത്. ഇവിടെ അതിലും വലുതാണ്. നിന്ന പെണ്ണിൻ്റെ തലയിൽ ഇങ്ങനെ അവർ ഈ തട്ടത്തിന് ഇങ്ങനെ കുത്താനായിട്ട് എന്തോ മുട്ടുസൂചിയോ എന്തോ കുത്തിയിട്ടുണ്ടായിരുന്നെന്ന്. ഏതോ ഒരു കിളി അതിൻ്റെ തലേന്ന് നിന്ന് ആ മുട്ടുസൂചി എടുത്തിട്ട് ആ കിളിയുടെ വായിലാക്കി. ആ ചേച്ചീനെ വിളിച്ച് പറഞ്ഞ് ആ ചേച്ചി വന്നിട്ടും എന്ത് ചെയ്താലും ആ മുട്ടുസൂചി ആ കിളി തന്നെയില്ല. കുറേ നേരം നോക്കി. എന്നിട്ടും ആ പെണ്ണത് അവിടെ നിൽക്കണണ്ട ഒരു കുസലില്ലാണ്ട്. ആ പെണ്ണിൻ്റെ വായിലത്തെ തലയിലത്തെ മുട്ടുസൂചിയാണ് ഇതിൻ്റെ വായിലിരിക്കണത്. അതവിടെ നിന്ന് ഉടുക്കത്തെ ഫോട്ടോ എടുക്കലാണ്. നമ്മുടെ മലയാളീസൊന്നും അല്ല കേട്ടോ, ഹിന്ദിക്കാരെ കണ്ടാണ്. അങ്ങനെ ഈ കിളി കൊടുക്കണില്ല. എന്ത് ചെയ്താലും ഈ കിളിയുടെ വായിൽ വെക്കണതാണ്. എന്നിട്ട് ഈ ലാസ്റ്റ് ചേച്ചി കൊണ്ടുവന്ന് തീറ്റയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. തീറ്റ കൊടുക്കുമ്പോഴും ഈ കിളി വായിന്ന് ഇത് വിടണില്ല, മുട്ടുസൂചി കളയണില്ല. അതുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണതാണ്. കുറേ നേരം കഴിഞ്ഞുകൊണ്ടും ഈ ചേച്ചി പിന്നെയും തീറ്റ പാത്രമൊക്കെ ഇങ്ങനെ കാട്ടി കഴിയുമ്പോഴത്തേക്കും മുട്ടുസൂചി വായിന്നിട്ട് താഴത്തോട്ട് പോകും. എല്ലാവരും കൂടെ അതിന് ഇടിയൊക്കെ ഇടുന്നുണ്ട് മുട്ടുസൂചിക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ നിലത്തേക്ക് വീഴുമ്പോൾ സാധനം കാണുന്നില്ല. ചേച്ചി കുറേ നേരമൊക്കെ തപ്പിയിട്ടൊന്നും നിലത്ത് കാണില്ല. പിന്നെ ഇതിൻ്റെ അടവ് കാണിക്കുന്നുണ്ട മുട്ടുസൂചി അത് വിടൂല. ഇങ്ങനെ കണ്ട ഇതാ കിളിയുടെ വായിൽ മുട്ടുസൂചി ഇരിക്കണം, കാണാൻ പറ്റുന്നുണ്ടാകും. അതിങ്ങനെ മുട്ടുസൂചി വെച്ചുകൊണ്ടിരിക്കണേന്ന്. ആ ചേച്ചി തീറ്റയൊന്നും കൊടുത്തിട്ട് വിട്ടില്ല. ലാസ്റ്റ് അതിനിങ്ങനെ പിടിക്കാൻ പറ്റാണ്ടായപ്പോൾ നിലത്തോട്ട് വീണു മുട്ടുസൂചി. പിന്നെ മക്കാവോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അന്നേരം മേളിൽ തന്നെ ഇരിക്കണമായിരുന്നു, താഴത്തേക്കൊന്നും മണ്ണുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആ പുറത്തേക്ക് സൈഡിൽ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴത്തേനും അതിങ്ങനെ പറന്ന് താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. സർക്കസൊക്കെ കാണിക്കണമല്ലേ. നമ്മളിപ്പുറത്തേക്ക് വന്നതിന് അവർ പിന്നെ തിരിച്ച് കയറ്റൂല, അങ്ങനെയാണ്. അത് കാരണം അക്കാവോനെടുത്ത് മേത്തേക്ക് തലയിലൊന്നും വെക്കാനായിട്ട് റെന്നുവിന് പറ്റിയില്ല. അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ മറ്റേ ജയറാമിൻ്റെ സിനിമയിൽ പഞ്ചവർണ്ണ തത്തയിൽ ജയറാമിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കൂലേ മറ്റേ പോക്കറ്റ് മങ്കി, ആ മങ്കിയാണത്. അതിനെ കിടക്കണമെങ്കിൽ എക്സ്ട്രാ 100 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ റെന്നുവിന് ഇതിനൊന്നും വേണ്ടാന്ന് പറഞ്ഞ കാരണം റെന്നു പാമ്പിനാണ് എടുത്ത. അത് 2 തരം പാമ്പുണ്ട്, പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
ഒരു പാമ്പ് ഒരു ഇത്തിരി കുഞ്ഞിപ്പാമ്പായിരുന്നു, വേറൊരു പാമ്പ് വലിയതായിരുന്നു. അപ്പോൾ ഇവന് ചെറിയ പാമ്പിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ മാറ്റിയത് വലിയ പാമ്പിനാക്കി. ചെറുതിനെ കാണാനും കൂടി ഇല്ല, ആ സൈഡിലെങ്ങാണ്ടും കിടക്കുന്നുണ്ട്. മതി. അങ്ങനെ റെന്നുകുട്ടൻ പാമ്പിനെയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഫ്രീ ആണ്, മുതിർന്നവർക്ക് ഒരാൾക്ക് 200 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ ഈ കിളികളൊക്കെ ഇങ്ങനെ അതേ ഷോൾഡറിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഇരിക്കണതൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു.